ഒരുപാട് നാൾക്ക് ശേഷം ഇന്നൊരു വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചു. ഇന്ന് ഒരു കുക്കിംഗ് വ്ളോഗാണ്. നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് ദം ബിരിയാണിയാണ് ഗായ്സ്. എൻ്റെ ഒരു സ്റ്റൈലിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. കറക്റ്റ് പക്കാ രീതിയിലൊന്നുമല്ല, ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ചില പാളിച്ചകളൊക്കെ മേ ബി ഉണ്ടാവാം, അറിഞ്ഞുകൂടാ. നമുക്ക് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ നമുക്ക് അടുക്കളയിലോട്ട് പോകാം. ആദ്യം തന്നെ വേണ്ടത് നമുക്കറിയാതെ സവാളയാണ്. നമുക്ക് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് പെട്ടെന്നൊന്ന് ഷടപടയൊന്ന് റെഡിയാക്കിയിട്ട് നമുക്ക് വരാം. ഇനി നമുക്ക് ചിക്കനിൽ ചേർക്കാനുള്ള മസാല, അത് വറക്കാനുള്ള മസാല നമുക്ക് റെഡിയാക്കാം. ചിക്കനിൽ പുരട്ടാനായിട്ടുള്ള മുളക് പൊടി, ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മസാലപ്പൊടി, ഇനി കുറച്ച് കുരുമുളക് പൊടി, കുറച്ചധികം. ഇത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് തൈര് ഒഴിച്ചിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും. ഉപ്പൊന്ന് നോക്കാം. ഉപ്പൊക്കെ കറക്റ്റ്. ചിക്കൻ ഇതിലോട്ട് നമുക്ക് ആഡ് ചെയ്യാം. ഇത് മഞ്ഞൾപ്പൊടി വിനാഗിരി ഇട്ട് നല്ലതായിട്ട് കഴുകി നീറ്റാക്കി വെച്ചിരിക്കുന്ന ചിക്കനാണ്. ഇതൊരു 2 to 3 മണിക്കൂർ വരെ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ. ഒരു 3 മണിക്കൂറൊക്കെ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു നല്ലതായിട്ട് ഇങ്ങനെ പിടിച്ചിരിക്കും. അതാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, പിന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കുന്ന സമയം വരാം. നമുക്കിനി ചിക്കൻ ഫ്രൈ ചെയ്യാം. കുറച്ച് നോയ്സ് ഉണ്ട്, അതുകൊണ്ട് ഞാൻ ഇനി തൊട്ട് വോയിസ് ഓവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കുറച്ച് ബഹളമായിപ്പോയി കേട്ടോ. അതാണ് ഞാൻ ഇപ്പോൾ വോയിസ് ഓവർ കൊടുക്കുന്നത്. ഇപ്പം നമ്മൾ രാവിലെ മാരിനേഷൻ ചെയ്ത് വെച്ചിരുന്ന ചിക്കനാണ്. ഒരു 3 മണിക്കൂറോളം ഇരുന്നിട്ടുണ്ട് കേട്ടോ. നല്ല മസാലയൊക്കെ പിടിച്ചിരിക്കുകയാണ്. ഇത് നമ്മൾ ഫ്രൈ ചെയ്യാൻ പോവാണ്. ഫ്രൈ ചെയ്യാനായിട്ട് ഞാൻ യൂസ് ചെയ്തത് വെളിച്ചെണ്ണ കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കൻ ഓരോ പീസായിട്ട് ഇട്ട് നല്ല രീതിക്ക് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാം. അതിനോടൊപ്പം തന്നെ നമ്മൾ ഇപ്പുറത്ത് വേറെ പരിപാടിയും അതിൻ്റെ കൂടെ തന്നെ ചെയ്യണം. ഞാനിവിടെ എടുത്തേക്കുന്നത് ഒരു 1.25 കപ്പിന് റൈസാണ് കേട്ടോ. അരി 1.25 കപ്പാണെങ്കിൽ ഞാൻ 3.5 കപ്പാണ് വെള്ളം ആഡ് ചെയ്തത്. അതായത് നമ്മൾ 1:2 റേഷ്യോയിലാണ് ഇടേണ്ടത്. പാൻ നന്നായിട്ട് ചൂടായിരിക്കുന്ന സമയത്ത് അതിലോട്ട് ഒരു 2 ടീസ്പൂൺ നെയ്യ് ആട്ടോ ആഡ് ചെയ്യുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ സൺഫ്ലവർ ഓയിലും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ റൈസ് വേവിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് കേട്ടോ. അങ്ങനെ സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്തു. എന്നിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം നന്നായിട്ടൊന്ന് ചൂടായി വരാനായിട്ട്. ഇതിലോട്ട് ഇനി നമ്മൾ ആഡ് ചെയ്യുന്നത് നമ്മുടെ സ്പൈസസ് ആട്ടോ. അത് നമ്മുടെ സ്റ്റാർ, പട്ട, ക്ലോവ്, കുരുമുളക് പൊടി, ഏലക്ക ആൻഡ് മറ്റേ ജീരകം, അതൊക്കെയാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. അത് ഒത്തിരി നേരിട്ട് മൂപ്പിക്കൊന്നും വേണ്ട. ഒരു ജസ്റ്റ് ഒന്നൊന്ന് സോട്ടായി വരുമ്പോഴത്തേക്കിനും അതിലോട്ട് ഞാൻ അളന്ന് വെച്ചിരിക്കുന്ന വെള്ളമാണ് ആഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മൾ 1 കപ്പ് അരിയാണെങ്കിൽ 2 കപ്പ് വെള്ളം, അങ്ങനെയാണ് നമ്മുടെ റേഷ്യോ വരുന്നത്. ഇതിലോട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമ്മുടെ അരി ഇതിലോട്ട് ഇടാം കേട്ടോ. അരിയെന്ന് പറഞ്ഞാൽ ചെറിയ അരിയാണ് ഞാൻ യൂസ് ചെയ്തത്. എനിക്ക് വലിയ അരി അത്ര താല്പര്യമില്ല, അതുകൊണ്ട് ചെറിയ അരിയാണ് ഞാൻ യൂസ് ചെയ്തത്. ഒത്തിരി സമയമൊന്നും നമുക്ക് വെക്കേണ്ട ആവശ്യമില്ല. വെറും 10 മിനിറ്റ് മാത്രം മതി കേട്ടോ. ഒരു 3/4 വേവ് മാത്രം നമുക്ക് ആയാൽ മതി. ഒത്തിരി നമ്മൾ വേവിക്കാൻ നിൽക്കുകയാണെങ്കിൽ ഒരുപാട് കുഴഞ്ഞു പോകും. ഓക്കെ, ഇതിലോട്ട് കുറച്ച് നാരങ്ങാനീരും കൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഒട്ടിപ്പിടിക്കത്തില്ല. കാരണം എൻ്റെ നേരത്തെ ഒട്ടിപ്പിടിച്ചില്ലായിരുന്നു. ആ ഓപ്ഷനിലാണ്, നമുക്ക് ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. നാരങ്ങാനീരിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത് നമ്മുടെ റൈസിൻ്റെ ആട്ടോ, അല്ലാതെ ചിക്കൻ്റെ അല്ല. ഓക്കെ, അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ നല്ല ചൂടാണ്, വെള്ളമൊക്കെ കുടിച്ചിട്ടാണ് നിൽക്കുന്നത്. നമ്മുടെ ചിക്കൻ അപ്പം ഫസ്റ്റ് ട്രിപ്പ് കഴിഞ്ഞിട്ടുണ്ട്. അത് നന്നായിട്ട് നമ്മൾ കോരി മാറ്റി. അതിന് നമ്മുടെ സെക്കൻഡ് ട്രിപ്പും കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് ഒരു വഴിക്ക് റെഡിയായപ്പോൾ നമ്മുടെ റൈസ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വെറും 10 മിനിറ്റ് മാത്രം മതി. ഇടയ്ക്ക് നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ അടിക്ക് പിടിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. ഇതിപ്പം നല്ല ചൂട് ആവിയിൽ പറക്കുന്ന നമ്മുടെ റൈസ് ഇതാ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ വേറൊരു പാത്രത്തിലോട്ട് മാറ്റി അവിടെ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ പാൻ തന്നെ ഒന്നും കൂടെ എടുക്കാൻ നമുക്ക് ആവശ്യമുണ്ട്. അതായത് കുറച്ച് എണ്ണ ഒഴിക്കുക. അതിലോട്ട് നമ്മൾ നൈസായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാളയായിട്ട് ആഡ് ചെയ്യുന്നത്. ഒത്തിരി കനത്തിൽ അരിയരുത്, നല്ല നൈസായിട്ട് അരിയണം. കാരണം ഇത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ പോവുകയാണ്. ഫ്രൈ എന്ന് പറയുമ്പം ഇതിൻ്റെ ഒരു 3/4 ഭാഗം നമ്മൾ സെമി ഫ്രൈയും 1/4 ഭാഗം ഡീപ്പ് ഫ്രൈ ആട്ടോ ചെയ്യുന്നത്. ഡീപ്പ് ഫ്രൈ ചെയ്യുന്നത് നമ്മൾ മേളിൽ ഇടാനാണ് റൈസിൻ്റെ, ആൻഡ് സെമി ഫ്രൈ ചെയ്യുന്നതാണ് നമ്മൾ ഗ്രേവിയിലോട്ട് ആഡ് ചെയ്യുന്നത്. അപ്പം സവാള ഒരു സെമി ഫ്രൈ ആയപ്പോൾ അതിനകത്തൊരു 3/4 ഭാഗം ഞാൻ ഇതെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു 1/4 ഭാഗമാണ് ഡീപ്പ് ഫ്രൈക്ക് വെച്ചിരിക്കുന്നത് കേട്ടോ. ഒരു ഗാർണിഷ് ചെയ്യാനും ആൻഡ് നമ്മുടെ റൈസിൽ ആഡ് ചെയ്യാനും.
അങ്ങനെയാണ് വെച്ചേക്കുന്നത് കേട്ടോ. അപ്പം അതെല്ലാം റെഡിയായി മാറ്റി വെച്ചു. ഇനി ആ പാനിൽ തന്നെ നമ്മൾ കഴുകേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിലുണ്ടല്ലോ അത് തന്നെ ആഡ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം കുറച്ചുകൂടെ ടേസ്റ്റ് അതായിരിക്കും. നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലോട്ട് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ആൻഡ് പച്ചമുളക് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തത് ആഡ് ചെയ്യാം കേട്ടോ. ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം കുറച്ചുകൂടെ നമ്മൾ ഗ്രേവി നല്ല ഒരു ഫ്ലേവർ എടുത്ത് നിൽക്കണം എന്നുള്ളവർക്ക് കുറച്ചുകൂടെ ഏറെ ആഡ് ചെയ്യാം. നല്ലൊരു ഫ്ലേവർ ആയിരിക്കും കേട്ടോ. ഇതിപ്പോൾ ഞാൻ എൻ്റെ ചിക്കനെക്കാട്ടിലും കുറച്ച് ഏറെയാണ്, നമ്മളൊരു കണക്ക് കൂട്ടലിന് കുറച്ചുകൂടെ കൂടുതലാണ് ഞാൻ എടുത്തേക്കുന്നത്. അതിൻ്റെ ആ ഒരു റോ സ്മെല്ലൊക്കെ ഒന്ന് മാറി ഒന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കിനും ഇതിലോട്ട് നമ്മൾ ആഡ് ചെയ്യുന്നതാണ് നല്ല ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ തക്കാളി കേട്ടോ. തക്കാളിയുടെ കാര്യം പറയുമ്പം ഒത്തിരി അങ്ങോട്ട് ആഡ് ചെയ്യണ്ട, കുറച്ച് മാത്രം ആഡ് ചെയ്താൽ മതി. കാരണം തക്കാളി കൂടി പോവുകയാണെങ്കിൽ ഒരു തക്കാളിയുടെ ഒരു ടേസ്റ്റായി മാറും നമ്മുടെ ഗ്രേവി. നമ്മൾ ഇത്ര ആഡ് ചെയ്താൽ മതി, നമുക്കറിയാമല്ലോ അതിൻ്റെ ഒരു ഏകദേശം ഒരു ഇതനുസരിച്ച് നമ്മൾ ആഡ് ചെയ്താൽ മതി. അത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് വരുമ്പോഴത്തേക്കിനും നമ്മൾ നേരത്തെ നമ്മുടെ സെമി ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ സവാള ഉണ്ടല്ലോ അതാണ് നമ്മൾ ഇതിനകത്തോട്ട് ആഡ് ചെയ്യേണ്ടത്. അല്ലാതെ നമ്മൾ വേറൊരു സവാള എടുത്തിട്ട് ആഡ് ചെയ്യുകയോ മിക്സ് ചെയ്യുകയോ അങ്ങനെ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല കേട്ടോ. ഇതിലോട്ട് നമ്മുടെ മുളക് പൊടി, മസാലപ്പൊടി, അതുപോലെ തന്നെ ബിരിയാണി മസാലയാണ് ആഡ് ചെയ്യുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ കൂടുതൽ തന്നെ ഉപ്പ് ഉണ്ടോ ഇല്ലോ എന്ന് നോക്കിയിട്ട് നമ്മൾ ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ഈ ഒരു സമയത്താണ് നമ്മൾ ഉപ്പ് ലെവൽ ചെയ്യുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇതിലോട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ അതാണ് ആഡ് ചെയ്യുന്നത്. ഞാൻ ചിക്കൻ ഫ്രൈ എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ എനിക്ക് സെപ്പറേറ്റ് കഴിക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഗ്രേവി ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇച്ചിരി കൂടെ ഒരു ഗ്രേവി ടെക്സ്ചറിൽ വേണമെങ്കിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്താൽ മതി കേട്ടോ. എനിക്കിപ്പം ഈ ഒരു പരിവാണ് ഇഷ്ടം, അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെയാണ് എടുത്തേക്കുന്നത്. അപ്പം നമ്മുടെ ഗ്രേവി കണ്ടില്ലേ എല്ലാം നല്ല സെറ്റായിട്ട് പിടിച്ച് റെഡി ആയിട്ടിരിപ്പുണ്ട്. ചൂടെന്ന് പറഞ്ഞാൽ അപാര ചൂടാണ് കേട്ടോ. ഞാൻ ഭയങ്കര അവിടെ നിന്ന് ചൂടെടുത്തിട്ടാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത്. പക്ഷേ ഒരു രസമാണല്ലോ ഇതൊക്കെ നമ്മൾ സ്വന്തമായിട്ടൊന്ന് ട്രൈ ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ റൈസിലോട്ട് നമ്മൾ ഡീപ്പ് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ഇപ്പോഴാണ് ആഡ് ചെയ്യേണ്ടത് കേട്ടോ. നിങ്ങൾക്ക് ദം ഇടേണ്ടവർക്കാണെങ്കിൽ ദം ഇടാം കേട്ടോ, ഒരു പ്രശ്നമില്ല. ആദ്യമേ റൈസ് ഇടുക, അതിൻ്റെ മുകളിൽ നമ്മുടെ ഗ്രേവിയുടെ, പിന്നെ റൈസ് ഇടുക, പിന്നെ ഗ്രേവിയുടെ, അങ്ങനെ നമുക്ക് ദം ഇടാം, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ നമ്മുടെ റൈസും ചിക്കനും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ചിക്കൻ ഫ്രൈ ഉണ്ട്, ചിക്കൻ ഉണ്ട്, ഗ്രേവി ഉണ്ട്, നല്ല അടിപൊളിയായിട്ട് എല്ലാം ചെയ്തിട്ടുണ്ട്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പറയാൻ മറക്കണ്ട. അപ്പോൾ ബൈ.